बार बीजेपी और एनडीए की सरकार आने वाली है. മെയ് 4 വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം കേരളം ഒരു സാധാരണ രാഷ്ട്രീയ ഘട്ടത്തിലല്ല ഇപ്പോൾ. ഇതൊരു വലിയ മാറ്റത്തിന്റെ വക്കിൽ നിൽക്കുന്ന നിമിഷമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു സർക്കാർ മാറുമോ എന്ന ചോദ്യം മാത്രമല്ല, ചില പാർട്ടികളുടെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന ഘട്ടമാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. BJPയുടെയും CPMയുടെയും ഉള്ളറയിൽ എന്താണ് യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്? ഒരു വശത്ത് നേതാക്കന്മാർ മാറിപ്പോകുന്ന സൂചനകൾ കാണുമ്പോൾ, മറുവശത്ത് ചില നേതാക്കളെ രാഷ്ട്രീയ വനവാസ് നയിക്കാൻ ശ്രമം തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് ശക്തമായി ഉയരുന്നു എന്നൊരു ചിത്രം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് വെറും ഒരു പ്രചാരണമാണോ, അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറിയുടെ തുടക്കമാണോ? ഉദാഹരണത്തിന് സന്ദീപ് വാര്യർ പോലുള്ള നേതാക്കളുടെ മാറ്റം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നത്. ഇതൊരു വലിയ തരംഗത്തിന്റെ ആദ്യ സൂചനയാകുമോ എന്ന സംശയം ശക്തമാകും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ആരാണ് പിന്നിലാകുക, അല്ലെങ്കിൽ ആരാണ് ഇല്ലാതാകുക? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ചർച്ചയാകുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. മുന്നിൽ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ വ്യക്തമായ സൂചനകളാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടിവരും. കാരണം ചിലരുടെ രാഷ്ട്രീയം തന്നെ അവസാനിക്കുമ്പോൾ ചിലർ ജയിലിലേക്ക് പോകുന്ന സാധ്യതകളും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ചില പാർട്ടികൾ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം അങ്ങേക്ക് വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു സാധാരണ ഘട്ടത്തിലല്ല. ഇതൊരു വലിയ മാറ്റത്തിന്റെ കവാടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സർക്കാരിനെ മാറ്റുമോ എന്ന ചോദ്യമല്ല. ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ ആരാണ് നിശ്ചയിക്കാൻ പോകുന്നത് എന്നൊരു വലിയ ചോദ്യമായിട്ടാണ് നടക്കുന്നത്. ഓരോ വോട്ടിനും പിന്നിൽ ഒരു വലിയ മാറ്റത്തിന്റെ സാധ്യതയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് ഇത്രയും വലിയ നിർണായകമായി മാറുന്നത്. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, സന്ദീപ് വാര്യർ പോലെയുള്ള നേതാക്കന്മാർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് ഒരു ചെറിയ സംഭവമായിരുന്നില്ല. അതൊരു വ്യക്തമായ രാഷ്ട്രീയത്തിന്റെ സൂചനയായിരുന്നു. അത് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അവിടെ അവസരമില്ലെങ്കിൽ ഇവിടെ വാതിൽ തുറന്നിരിക്കുന്നു. ഈ ഒരു മാറ്റം തന്നെ പലർക്കും പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതിന്റെ ചർച്ചകൾ പല നേതാക്കന്മാരും നേരത്തെ തുടങ്ങിയതാണ്. അതിന്റെ ക്ലൈമാക്സ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ കേരളത്തിന് വ്യക്തമാകും എന്നതുറപ്പ്. അതുകൊണ്ടാണ് ഇതൊരു വ്യക്തിഗത തീരുമാനം മാത്രമല്ല, വലിയൊരു ട്രെൻഡിന്റെ തുടക്കമാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയും BJPക്ക് കേരളത്തിൽ വലിയ നേട്ടമൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അങ്ങ് ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അതിന് പിന്നാലെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേതാക്കൾ സ്വന്തം ഭാവി നോക്കി പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വലിയ ചലനങ്ങൾ ആരംഭിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ആവേശവും അതിനെ ഏറ്റവും കൂടുതൽ നിർണായകമാക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത്. അതായത് കേരളത്തിൽ BJPയുടെ സംഘടന അല്ലെങ്കിൽ അതിന്റെ ഘടന ഇപ്പോഴും പൂർണ്ണമായി കേരളത്തിൽ ഉറച്ചിട്ടില്ല എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ദുർബലമാകുമ്പോൾ അവിടെയുള്ള പല നേതാക്കളും ഒരു വലിയ ചിന്തയിലേക്ക് പോകും എന്നത് നിശ്ചയം. അതായത്, എന്റെ രാഷ്ട്രീയ ഭാവി എവിടെയാണ് സുരക്ഷിതം എന്ന് തീർച്ചയായും നേതാക്കന്മാർ ചിന്തിക്കാൻ തുടങ്ങും. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്ത നീക്കങ്ങൾ നിശ്ചയിക്കുക. അപ്പോഴാണ് UDFന്റെ ഒരു വലിയ വാതിൽ അവർക്കായി തുറന്ന് കിടക്കുന്നത്. ഒരു പുതിയ അഭയമായി പലർക്കും UDFനെ തോന്നാൻ തുടങ്ങുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറഞ്ഞിരിക്കുന്ന വലിയ ഒരു മാറ്റം എന്ന് തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഒരു നിർണായക ടേണിംഗ് പോയിന്റ് കൂടിയുണ്ട്. സന്ദീപ് വാര്യർ ജയിച്ചാൽ
അതൊരു സാധാരണ വിജയമായിരിക്കില്ല, ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമായിരിക്കും. BJP വിട്ട ഒരാൾ വിജയിച്ചാൽ അതൊരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഒരു ചിന്തയുടെ വിജയമാണ് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങും. അതിനോട് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പാർട്ടി വിട്ടാൽ അവസാനമല്ല, പുതിയ തുടക്കമാണ് എന്ന വലിയ സന്ദേശം. ഇതാണ് അടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ള യഥാർത്ഥ ഒരു തുടക്കവും. ഇനി കുറച്ചുകൂടി കടത്തി ചിന്തിച്ച് ഒരു വലിയ ചോദ്യം ചോദിച്ചാലോ? അതായത്, ഇപ്പോൾ സന്ദീപ് വാര്യർ വിജയിച്ച് ഒരു മന്ത്രിയാകുകയാണെങ്കിലോ? അപ്പോൾ കാര്യങ്ങൾ ശക്തമായും അല്ലെങ്കിൽ പൂർണ്ണമായും മാറി തുടങ്ങും. അതൊരു കണക്കൂട്ടലല്ല, യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു വസ്തുതയായി തന്നെ ഇരിക്കെ, അല്ലെങ്കിൽ മുൻപ് BJPയിൽ ഉണ്ടായിരുന്ന ഒരാൾ മന്ത്രി പദവിയിൽ എത്തുമ്പോൾ അതിന്റെ സ്വാധീനം നേരിട്ട് BJP പ്രവർത്തകരിലേക്ക് പോകും എന്നത് നിശ്ചയം. കാരണം അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്, അവിടെ നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല, ഇവിടെ പോയാൽ വളർച്ചയ്ക്ക് വഴിയുണ്ട് എന്ന ചിന്ത പല പാർട്ടി പ്രവർത്തകരിലും ശക്തമാകും. അതാണ് ഒരു വലിയ രാഷ്ട്രീയ ഒഴുക്കിന് തുടക്കമിടുന്ന നിർണായകമായ വസ്തുത എന്നത്. സുഹൃത്തുക്കളെ, ഇത് BJP എന്ന പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വസ്തുതയല്ല. CPMലും സമാനമായ തരംഗങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി, ആയിഷ പോറ്റിയെ പോലുള്ള നേതാക്കൾ CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ ആയിരുന്നില്ല. അതൊരു മാറ്റത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുകയാണ്. ഇനി അങ്ങ് സാങ്കല്പികമായി ഒരു ചിത്രം അങ്ങയുടെ മനസ്സിലൊന്ന് വരച്ചു നോക്കൂ. അതായത്, CPM അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. CPMൽ നിന്ന് കോൺഗ്രസിലെത്തിയ നേതാക്കന്മാർ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നു. അപ്പോൾ അതിന്റെ സ്വാധീനം പാർട്ടിയുടെ ഉള്ളിലേക്ക് തന്നെ ചെല്ലും എന്നത് നിശ്ചയം. ആ പാർട്ടി പ്രവർത്തകരുടെ ചിന്തകളിലും തീരുമാനങ്ങളും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഈ പാർട്ടി നേതാക്കന്മാരുടെ ചിന്തയിലുണ്ടാകുന്ന മാറ്റം അവരെ പാർട്ടിക്കെതിരായി ചിന്തിക്കാൻ സഹായിക്കും എന്നതാണ് വ്യക്തം. അത് അവരെ പാർട്ടിയെ തള്ളിപ്പറയാനും പാർട്ടിയിൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് പോകുവാനും സാഹചര്യം ഉണ്ടാക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ നിർണായകമായ ഒരു ഘട്ടമായി മാറും എന്നതും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമാകുമ്പോൾ ഇതുവരെ CPMൽ വിശ്വസിച്ച് അതിനുള്ളിൽ നിലകൊണ്ടിരുന്ന സഹാക്കളിലേക്ക് പോകുന്ന സന്ദേശം എന്തായിരിക്കും? ഈ പാർട്ടിക്കുള്ളിൽ നിലകൊള്ളുന്നത് തങ്ങളുടെ ഭാവിക്ക് ഉറപ്പില്ല എന്നൊരു വലിയ സന്ദേശമായിരിക്കും. അത് ശക്തമായി അവരുടെ മനസ്സിൽ പതിയുക തന്നെ ചെയ്യും. ഈ ഒരു ബോധ്യമാണ് പാർട്ടിക്കുള്ളിൽ വലിയ അകത്തുള്ള ചലനങ്ങൾ ഇനി സൃഷ്ടിക്കാൻ തുടങ്ങുക. പ്രത്യേകിച്ച് ലോക്കൽ തലത്തിലുള്ള നേതാക്കന്മാർ ഇനി കാത്തു നിൽക്കില്ല. അവർ അവരുടെ സർവേകൾ നോക്കി തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പോൾ വീണ്ടും കോൺഗ്രസ് ഒരു വഴിയായി അവർക്ക് മുമ്പിൽ വാതിൽ തുറന്നിടുക തന്നെ ചെയ്യും. കാരണം അവസരം, വളർച്ച, സുരക്ഷ, ഭാവി എന്ന ചിന്തയോടെ അവർ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് നീങ്ങും എന്നതും വ്യക്തം. അവിടെയാണ് പണ്ട് ബംഗാളിൽ സംഭവിച്ച അതേ രീതിയിൽ CPMന് കേരളത്തിലും സംഭവിക്കും എന്ന് പലരും മുൻപ് തന്നെ പ്രവചിച്ചത്. അതിന്റെ തുടക്കം ഈ കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പൂർത്തിയാകും എന്നും ചില നിരീക്ഷകർ ശക്തമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഉപരിയായി ഇപ്പോൾ CPMനെ വളരെയേറെ കഷ്ടത്തിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യവും വളരെ വ്യക്തമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതായത്, ഇപ്പോൾ CPM അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിലെ വിമർശനങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരും എന്നത് ഉറപ്പ്. അതായത്, ഇപ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തി അവരുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ കാരണഭൂതനെന്നോ ഇരട്ടച്ചങ്കനെന്നോ കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത്. എന്നാൽ പിണറായി വിജയന്റെ ഈ ഭരണശൈലി ഇതിനകം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി വന്നാൽ ആ നേതൃത്വത്തിനെതിരെ നേരിട്ട് ചോദ്യങ്ങൾ ഉയർത്താനും പാർട്ടി സഹാക്കൾ മുതിരും എന്നത് ഉറപ്പ്. അതോടെ മുഹമ്മദ് റിയാസ്, വീണ ജോർജ് എന്നിവരുടെ തീരുമാനങ്ങളും പ്രസ്താവനകളും വീണ്ടും ജനങ്ങളുടെ നിരീക്ഷണത്തിലേക്ക് വരും. ഉദാഹരണമായി, കപ്പൽ ആടി ഉലയുകയില്ല എന്ന ആത്മവിശ്വാസ വാക്കുകൾ ഫലം അനുകൂലമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ട്രോളുകൾക്കും ചർച്ചകൾക്കും അത് കാരണമായി മാറും. ഒരു വാക്ക് പോലും രാഷ്ട്രീയത്തിൽ എങ്ങനെ തിരിഞ്ഞു വരുന്നു എന്നതിന് ഉദാഹരണമായി അത് മാറും.
അതൊന്നും കൂടാതെ ഇവിടെ മറ്റൊരു നിർണായക ഘടകം കൂടി ബാക്കിയുണ്ട്. നിയമപരമായ വിഷയങ്ങൾ. അതായത് ലാവലിൻ കേസ് പോലുള്ള കേസുകളിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റമുണ്ടായാൽ അത് നേരിട്ട് രാഷ്ട്രീയ ചർച്ചകളുടെ ദിശ തന്നെ മാറ്റാൻ കഴിയും എന്നതാണ് വസ്തുത. ഇന്ന് മൗനമായിരിക്കുന്ന വിഷയങ്ങൾ നാളെയുടെ ദേശീയ ചർച്ചയായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നത് വ്യക്തം. എപ്പോൾ അത് സംഭവിക്കും എന്നാരും ഇപ്പോൾ ഉറപ്പിച്ച് പറയില്ല. പക്ഷെ സംഭവിച്ചാൽ അതിന്റെ സ്വാധീനം വലിയതായിരിക്കും എന്നത് വ്യക്തം. രാഷ്ട്രീയ അന്തരീക്ഷം ഒരൊറ്റ നിമിഷത്തിൽ തന്നെ മാറാൻ പോലും അത് കാരണമാക്കും എന്നും കേരളീയർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവസാനമായി ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സാധാരണ അധികാര മാറ്റം മാത്രമാകില്ല. അത് കേരളത്തിലെ രാഷ്ട്രീയ പുനഃക്രമീകരണത്തിന്റെ തുടക്കമാകാൻ സാധ്യതയുള്ള ഒരു നിർണായക നിമിഷമാണ് എന്നത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ BJP ദുർബലമായാൽ നേതാക്കന്മാർ പുതിയ വഴികൾ തേടും എന്നുറപ്പ്. അതുപോലെ തന്നെ CPM-ന് അധികാരം നഷ്ടപ്പെട്ടാൽ പാർട്ടിക്കുള്ളിലെ മാറ്റങ്ങൾ ശക്തമാവുകയും ചെയ്യും. അതേസമയം കോൺഗ്രസ് ശക്തമായി ഉയർന്നാൽ പുതിയ കേന്ദ്ര ശക്തി അവിടെയാകും രൂപപ്പെടുക. ഇത് വെറും പ്രവചനമല്ല. ഇപ്പോൾ തന്നെ കാണുന്ന ഒരു രാഷ്ട്രീയ സൂചനകൾ ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സ്വാഭാവിക രീതി തന്നെയാണ് അവതരിപ്പിച്ചത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കല്ലേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് പ്രധാനമായി അഭ്യർത്ഥിക്കട്ടെ. കാരണം അവരുടെ അഭിപ്രായവും ഈ വിഷയത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കുറ്റങ്ങളുണ്ടെങ്കിൽ അതും ദയവായി കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും നിർദ്ദേശങ്ങളും ഞങ്ങൾ വ്യക്തമായി പരിശോധിക്കും, ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഇവിടെ തന്നെ ഞങ്ങൾ നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.